ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് KSFE. ഹെങ്കോ റിസർച്ച് സെന്ററിലേക്ക് സ്വാഗതം. ഇത് പുള്ളിക്കാരന്റെ ഗിഫ്റ്റാ. 4 വാഷിൽ ഫെയ്ഡായി. ശരിക്കും സങ്കടമായി. നിങ്ങൾക്ക് വേണ്ടത് റെവല്യൂഷൻ ആണ്. പുതിയ ഹെൻകോ മാറ്റിക്. ഇതിന്റെ നാനോ ഫൈബർ ലോക്ക് ടെക്നോളജി ഇഴകളെ ലോക്ക് ചെയ്യുന്നു, തുണികളെ ഫേഡ് ആവാതെ സൂക്ഷിക്കുന്നു. പ്രൂഫ് മെഷീൻ ഫിൽറ്റർ നോക്കൂ. ഇനി ഇഴകളും പൊട്ടില്ല, സങ്കടവുമാവില്ല. ഹെൻകോ മാറ്റിക് വെറും വാഷ് അല്ല, കെയർ. നമസ്കാരം, ഞാൻ പ്രവീജ വിനീത്. ഡെയിലി ന്യൂസിന്റെ സായന്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസംബർ 25 വെള്ളിയാഴ്ച. തിരുപ്പിറവി ആഘോഷങ്ങളിൽ ലോകം. പാവപ്പെട്ടവർക്ക് നേരെ കണ്ണടയ്ക്കരുതെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ക്രിസ്തുമസ് സന്ദേശം. പാവപ്പെട്ടവരെ സഹായിക്കുന്നതാണ് ഏറ്റവും വലിയ ക്രിസ്തുമസ് സമ്മാനമെന്ന് ഫ്രാൻസിസ് മാർപ്പാപ്പ. കാർഷിക നിയമങ്ങളിൽ പിന്നോട്ടില്ലെന്ന സൂചന നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കർഷകർക്ക് പുതിയ നിയമങ്ങൾ കാരണം ഒരു തുണ്ട് ഭൂമി പോലും നഷ്ടപ്പെടില്ലെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. പ്രതിഷേധങ്ങളിൽ ചിലർ രാഷ്ട്രീയം കലർത്തുന്നുവെന്നും മോദി വിമർശിച്ചു. കിസാൻ സമ്മാൻ നിധി വിതരണം ചെയ്ത ശേഷം കർഷകരുമായി സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സംസ്ഥാനത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് 2 ഘട്ടമായി നടത്തിയേക്കും. ഏപ്രിൽ അവസാനവും മെയ് 2ാം വാരത്തിലും ഇടയിലായിരിക്കും തെരഞ്ഞെടുപ്പ്. കേരളം ഉൾപ്പെടെ 5 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ട സുരക്ഷാ മാർഗങ്ങളെക്കുറിച്ചും ക്രമീകരണങ്ങളെക്കുറിച്ചുമുള്ള ധാരണ തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്. ആരിഫ് മുഹമ്മദ് ഖാൻ നടപ്പാക്കുന്നത് RSS അജണ്ടയെന്ന് CPI മുഖപത്രമായ ജനയുഗം. ആരിഫ് മുഹമ്മദ് ഖാൻ പാർട്ടികളുടെ ഇടനാഴികളിൽ അധികാരം യാചിച്ച് നടന്നയാളാണെന്നും വിമർശനം. ഗവർണർ പറയുന്നത് BJP പിറ്റേന്ന് ഏറ്റുപിടിക്കുന്നത് രാജ്ഭവന്റെ പ്രതിച്ഛായയെ തന്നെ ബാധിക്കുന്നതായി നിയമമന്ത്രി AK ബാലൻ. പ്രത്യേക നിയമസഭാ സമ്മേളനത്തിന് അനുമതി ലഭിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മന്ത്രിമാരായ AK ബാലനും VS സുനിൽകുമാറും. ഗവർണറുമായി നടന്ന ചർച്ചയിലെ കാര്യങ്ങൾ മുഖ്യമന്ത്രിയെ ധരിപ്പിക്കും. തുടർന്ന് ഗവർണറെ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കും. പിന്നീട് ഗവർണർ യുക്തമായ തീരുമാനം എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും മന്ത്രിമാർ. കാഞ്ഞങ്ങാട്ടെ DYFI പ്രവർത്തകന്റെ കൊലപാതകത്തിൽ മുഖ്യപ്രതി യൂത്ത് ലീഗ് നേതാവ് ഇർഷാദ് ഉൾപ്പെടെ 4 പേർ കസ്റ്റഡിയിൽ. ഇവരുടെ അറസ്റ്റ് ഇന്ന് രേഖപ്പെടുത്താനാണ് സാധ്യത. യൂത്ത് ലീഗ് കാഞ്ഞങ്ങാട് മുനിസിപ്പൽ സെക്രട്ടറിയായ ഇർഷാദിനൊപ്പം യൂത്ത് ലീഗ് പ്രവർത്തകനായ ഇസഹാഖ്, MSF നേതാവ് ഹസൻ, മുണ്ടത്തോട് സ്വദേശി ആഷീർ എന്നിവരും പോലീസ് കസ്റ്റഡിയിലുണ്ട്. കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തയ്യാറെടുക്കാൻ കോൺഗ്രസ്. തെരഞ്ഞെടുപ്പ് പ്രചാരണ സമിതി ചെയർമാനെ വൈകാതെ തീരുമാനിക്കും. ഉമ്മൻചാണ്ടി, K സുധാകരൻ, K മുരളീധരൻ എന്നിവരാണ് ഹൈക്കമാൻഡിന്റെ സജീവ പരിഗണനയിലുള്ളത്. DCC തലങ്ങളിൽ അഴിച്ചുപണിയുണ്ടായേക്കുമെന്നും റിപ്പോർട്ടുകൾ. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടാനൊരുങ്ങി മുസ്ലിം ലീഗ്. തങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾക്ക് അർഹതയുണ്ടെന്ന് ലീഗ് നേതാവ് ET മുഹമ്മദ് ബഷീർ പറഞ്ഞു. കുഞ്ഞാലിക്കുട്ടി സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിവരേണ്ടത് മുന്നണിക്ക് അനിവാര്യമാണെന്നും ഇന്നത്തെ സാഹചര്യത്തിൽ UDFന് മികച്ച കോർഡിനേഷൻ ആവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഈ രാക്ഷസ കൊതുകുകൾ ഇത് എപ്പോൾ എത്ര വരുമെന്ന് ആർക്കറിയാം. അതിനാൽ അവതരിപ്പിക്കുന്നു മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് മെഷീൻ. ഇത് കൊതുകുകൾ സാധാരണ വരാറുള്ള സമയമനുസരിച്ച് അറ്റാക്ക് അല്ലെങ്കിൽ പ്രൊട്ടക്ട് മോഡിൽ ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുന്നു. അതായത് ലിക്വിഡ് വേസ്റ്റ് ആകുന്നില്ല. ഇനി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേറ്റ് നോ മോഡ് ചേഞ്ച്. ഇന്ത്യ വിശ്രമിച്ചോളൂ. മാക്സോജീനിയസ് ഓട്ടോമാറ്റിക് ഇന്റലിജന്റ് പ്രൊട്ടക്ഷൻ. 80 വയസ്സിന് മുകളിലുള്ളവർക്കും അംഗപരിമിതർക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോസ്റ്റൽ വോട്ട്. പോസ്റ്റൽ ബാലറ്റിന് അപേക്ഷിക്കുന്നവർക്കാണ് അനുമതി. കോവിഡ് രോഗികൾക്ക് എങ്ങനെയാണ് വോട്ട് എന്നതിൽ തീരുമാനമായില്ലെന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ ടിക്കാറാം മീണ. പെരിയ ഇരട്ടക്കൊലപാതകം അന്വേഷിക്കുന്ന CBIക്ക് കാസർഗോഡ് ക്യാമ്പ് ഓഫീസ് അനുവദിച്ച് സർക്കാർ ഉത്തരവിറക്കി. PWD റെസ്റ്റ് ഹൌസിലാണ് ക്യാമ്പ് അനുവദിക്കുക. അടുത്ത ആഴ്ച ക്യാമ്പ് ഔദ്യോഗികമായി കൈമാറും. തിരുവനന്തപുരം മേയറായി ആര്യ രാജേന്ദ്രനെ തിരഞ്ഞെടുത്തു. മുടവൻമുകൾ വാർഡിൽ നിന്നുമാണ് ആര്യ വിജയിച്ചത്. 21 വയസ്സാണ് പ്രായം. ചുമതലയേൽക്കുന്നതോടെ സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറാകും ആര്യ. കോവിഡ് പ്രതിരോധ വാക്സിനേഷന് മുന്നോടിയായുള്ള ഡ്രൈ റൺ 4 സംസ്ഥാനങ്ങളിൽ അടുത്തയാഴ്ച നടത്തും. പഞ്ചാബ്, ഗുജറാത്ത്, ആന്ധ്ര, അസം എന്നീ സംസ്ഥാനങ്ങളിലാണ് ഡ്രൈ റൺ. വാക്സിൻ കുത്തിവയ്പ്പിനായി കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയ മാർഗരേഖയിൽ പോരായ്മകൾ ഉണ്ടോയെന്ന് പരിശോധിക്കാനാണ് ഡ്രൈ റൺ. വാക്സിൻ ശേഖരണം, വാക്സിൻ സൂക്ഷിക്കുന്നതിനുള്ള ശീതീകരണ സംവിധാനം, വിതരണത്തിനുള്ള ക്രമീകരണങ്ങൾ എന്നിവയുടെ ഫലപ്രാപ്തി ഡ്രൈ റണ്ണിൽ പരിശോധിക്കും. ബ്രിട്ടനിൽ കണ്ടെത്തിയ കൊറോണ വൈറസിന്റെ പുതിയ വകഭേദം കൂടുതൽ പേരെ രോഗബാധിതരാക്കിയേക്കാമെന്ന് പുതിയ പഠന റിപ്പോർട്ട്. കോവിഡ് ബാധിച്ച് ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുന്നവരുടെ എണ്ണം കൂടാനും മരണസംഖ്യ വർദ്ധിക്കാനും സാധ്യതയുണ്ടെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു.
അഡ്ലൈഡ് ടെസ്റ്റ് നൽകിയ നിരാശയുടെയും നാണക്കേടിന്റെയും കറകൾ മായ്ച്ചുകളയാൻ ഇന്ത്യ പ്രതീക്ഷയോടെ നാളെ മെൽബണിൽ ബോക്സിംഗ് ഡേ ടെസ്റ്റിനിറങ്ങും. ഒന്നാം ടെസ്റ്റിലെ രണ്ടാം ഇന്നിംഗ്സിൽ ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ ടോട്ടലുമായി ഓൾ ഔട്ടായ ഇന്ത്യയ്ക്ക് തല ഉയർത്തണമെങ്കിൽ ആധികാരിക ജയം തന്നെ വേണം. കോഹ്ലിക്ക് പകരം അജിങ്ക്യ രഹാനെ ഇന്ത്യയെ നയിക്കും. ഓസ്ട്രേലിയക്കെതിരെ മെൽബണിൽ ബോക്സിംഗ് ഡേയിൽ നടക്കുന്ന രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിനുള്ള ടീം ലിസ്റ്റ് പുറത്ത്. ശുഭ്മാൻ ഗില്ലും മുഹമ്മദ് സിറാജും ഇന്ത്യയ്ക്കായി ടെസ്റ്റിൽ അരങ്ങേറ്റം കുറിക്കും. ഋഷഭ് പന്തും രവീന്ദ്ര ജഡേജയും ടീമിലെത്തി. മായങ്ക് അഗർവാളിനൊപ്പം ഗിൽ ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്യും. സിരി എയിൽ പരാജയമറിയാതെ ഒന്നാം സ്ഥാനക്കാരായി AC മിലാൻ. കരുത്തരായ ലാസിയോയെ 2-3 ഗോളിന് മറികടന്നാണ് മിലാൻ ജയം പിടിച്ചെടുത്തത്. ഇഞ്ചുറി ടൈമിന്റെ 2-ാം മിനിറ്റിലാണ് തിയോ ഹെർണാണ്ടസ് വിജയഗോൾ നേടിയത്. ഇതോടുകൂടി ഇന്നത്തെ ഡെയിലി ന്യൂസ് സായന്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിനു വേണ്ടി വാർത്തകൾ വായിച്ചത് പ്രവീജ വിനീത്. The Daily News.in വാർത്തകൾ വിരൽ തുമ്പിൽ.